അവിടെ ഒരു UDF കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേരിയ മേൽക്കൈ ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഐക്യജനാധിപത്യ മുന്നണിയുടെ അപ്പർ ഹാൻഡുള്ളൊരു മണ്ഡലമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്ത് 2016 പരാജയപ്പെടുന്നത് 16,000-ൽ പരം വോട്ടുകൾക്കാണ്. അതിനു മുൻപേ തന്നെ കുഞ്ഞാലി അവിടെ MLA ആയിരുന്നിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളിൽ വളരെ ടൈറ്റ് ഫൈറ്റ് നെക്കിൽ ഒരു പക്ഷേ ആര്യാടൻ മുഹമ്മദ് 5,000-ൻ്റെയും ഒക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വന്ന സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ PV അൻവർ വ്യക്തമായ മാർജിനോടുകൂടി ജയിച്ച് വരുന്ന ഒരു സ്ഥിതിയുണ്ടായി. നമുക്കറിയാം, അദ്ദേഹത്തിനെതിരായി വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്ന സന്ദർഭമാണ് 2021 തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വിട്ട് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എത്തിച്ചേരുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ട് മുൻപായി. എന്നിട്ട് പോലും ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂർ മണ്ഡലത്തിലെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും സ്വീകാര്യനായ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ ശ്രീ പ്രകാശ്, അദ്ദേഹം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് മുമ്പിൽ അടിയറവ് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.